കോഴിക്കോടാണ്. കോഴിക്കോട് കക്കോടിക്ക് അടുത്തായിരുന്നു. ഇനി മുതൽ കുന്നമംഗലം എന്ന് പറയും. കാരണം പുതിയൊരു ഫ്ലാറ്റ് എടുത്തോടെ റീസെന്റ്. അപ്പോൾ അവിടെയാണ് അഡ്രസ്. ആദ്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരുണ്ട് കുറെ ആളുണ്ടോ? ഫിജിക്കാട് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെയല്ല പ്ലാൻ കേട്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പ്ലാൻ കേട്ടത്. ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചതിന് പുറത്ത് ആളെനിക്ക് പാർട്ട് ടൈം ജോബ് ആയിട്ട് കൊണ്ടു തന്നതാണ് ഫിജിക്കാട്. ഞാൻ ഫുൾ ടൈം ആയിട്ടല്ല ഫിജിക്കാട് സ്റ്റാർട്ട് ചെയ്തത്, പാർട്ട് ടൈം ആയിട്ടാണ്. കാരണം ആ സമയത്ത് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഫിജിക്കാട് എന്താണെന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് ഒരു മറുപടി കിട്ടിയിട്ടുണ്ടാവും. ബട്ട് എന്താണ് ഫിജിക്കാട് എന്നുള്ളത് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. എങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 നവംബറിലാണ് ഞാൻ ഫിജിക്കാട് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1.5 വർഷമായിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഒരു കൂലിപ്പണിയായിരുന്നു. ആളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ചെറിയൊരു സ്വാധീനക്കുറവുള്ളത് കാരണം ആൾക്ക് വലിയ ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാകെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്ന വേതനം എന്ന് പറയുന്നത് വെറും 300 രൂപയാണ്. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. 3 പേരാണ്. അപ്പം അച്ഛൻ മരിച്ച 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഫിജിക്കാട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 7th or 8th പഠിക്കുന്ന സമയത്ത് ഇവർ എടുത്തിട്ടുള്ള ഒരു ഹോം ലോൺ അതിന്റെ ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഫിജിക്കാടിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഇങ്ങോട്ട് ഒരു 5 വർഷം കൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ആ വീടും സ്ഥലവും 14 സെന്റ് സ്ഥലവും വീടും അന്ന് ജപ്തി നോട്ടീസ് ഒഴിവാക്കി ഫിജിക്കാട് ചെയ്ത് 1 വർഷം കൊണ്ട് സെറ്റിൽ ചെയ്തു. അതുണ്ട്. പ്ലസ് ഇന്നിങ്ങോട്ട് വന്നിട്ടുള്ളത് ഒരു 65 ലക്ഷം രൂപയുടെ BMW 3 സീരീസിലാണ്. പിന്നെ ഒരു 75 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്തു. ഇതിന് പുറമെ ചെറിയൊരു 6 ലക്ഷം രൂപയുടെ ചെറിയ കാറുണ്ട്. ഒരു 4 ലക്ഷം രൂപയുടെ ചെറിയ ബൈക്കുണ്ട്. ഇതാണ് എന്നെ സംബന്ധിച്ച് ഫിജിക്കാട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു 5 വർഷം കൊണ്ട് ഇത്രയൊക്കെ അധികം അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേറെ ഒരു ജോലി ചെയ്താൽ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ചാൻസ് കുറവാണ്. അപ്പം ഞാൻ ഫിജിക്കാട് എന്തിന് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പാർട്ട് ടൈം ആയിട്ട് ഒരു വേതനം അല്ലെങ്കിൽ ഒരു ഇൻകം എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു 5000 രൂപയോ അല്ലെങ്കിൽ 10000 രൂപയോ മാസ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഈ 5 വർഷത്തിന് ഇപ്പുറം ടോട്ടൽ 3.5 കോടി രൂപ ഫിജിക്കാടിലൂടെ ഏൺ ചെയ്തു. ആദ്യമായിട്ട് ഫിജിക്കാട് കേൾക്കുന്ന ആളുകളോട് തന്നെയാണ് എനിക്ക് വീണ്ടും സംസാരിക്കാനുള്ളത്. നിങ്ങളൊരു റെഡ് കാർ തിയറി എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടോ? റെഡ് കാർ തിയറി കേട്ടില്ല? ഓക്കെ. നിങ്ങൾ വീട്ടിൽ നിങ്ങളിടയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. നിങ്ങൾ രാവിലെ മുതൽ ഇന്ന് ഈ ഹോളിലേക്ക് വരുന്നത് വരെ എത്ര റെഡ് കാറുകൾ കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? റെഡ് കളർ കാറുകൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും, ചിലപ്പോ അല്ലെ? ഉറപ്പില്ലല്ലോ നമുക്ക്. ഇപ്പൊ ഞാൻ പറയണേ, നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലെത്തുന്നത് വരെ നിങ്ങൾ കാണുന്ന ഓരോ റെഡ് കാറിനും ഞാൻ നിങ്ങൾക്ക് 1000 രൂപ വെച്ച് തരാമെന്ന് പറയാണ്. നിങ്ങൾ കാണുന്ന ഓരോ റെഡ് കാറിനും ഞാൻ നിങ്ങൾക്ക് 1000 രൂപ വെച്ച് തരാമെന്ന് പറയാണ്. അപ്പൊ നിങ്ങളിത് കറക്റ്റായിട്ട് എണ്ണോ കാണോ? കറക്റ്റായിട്ട് കാണും, കറക്റ്റായിട്ട് എണ്ണൂല്ലേ? അതായത് നമുക്ക് എന്തോന്ന് കിട്ടാനുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ഉറപ്പാണ് ഈ റെഡ് കാർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ 1000 രൂപ തരും, നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ റെഡ് കാറുകൾ ശ്രദ്ധിക്കും. ഫിജിക്കാട് ഇതുപോലെയാണ്. ഫിജിക്കാട് ചിലപ്പോൾ നിങ്ങൾ ഇതൊരു അവസരമായിട്ട് കണ്ട ആളുകളും ഉണ്ടാവും, കാണാത്ത ആളുകളും ഉണ്ടാവും. ഉറപ്പല്ലേ? ഇവിടെ അപ്പം നമ്മൾ ഈ റെഡ് കാറിന് പൈസ കിട്ടാത്തോടത്തോളം കാലം നമ്മൾ ഈ റെഡ് കാറുകൾ ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെയാണ് ഫിജിക്കാട്. ഫിജിക്കാട്ടിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു അവസരമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിനെ പറ്റി ഫിജിക്കാട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ ക്ലിയർ ചെയ്യാം. പറ്റുവാണെങ്കിൽ നാളെ തന്നെ കയറി കൂടെ നിൽക്കുക. വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. എന്റെ ഈ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 20 വയസ്സ് പ്ലസ് ഉള്ള ആളുകളായിരിക്കില്ലേ? അല്ലേ? കുറച്ച് കുട്ടികളൊഴികെ. അപ്പം നമ്മള് ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ് എത്രയാ? 75 ഒക്കെ അല്ലേ? കിട്ടി. ഓക്കെ. ഒരു 75 വയസ്സ് വരെയാണെന്ന് വിചാരിക്കാം. നമ്മള് 75 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ, അത് ദിവസക്കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ ആകെ 27,375 ദിവസങ്ങളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഓക്കെ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? 27,375 ദിവസം ഒരു 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു ശരാശരി മനുഷ്യന് ദിവസക്കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉള്ളൂ. അതില് നമ്മുടെ ജോലി,
നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ഭക്ഷണം കഴിക്കല്, നമ്മുടെ ഉറക്കം, ഇതെല്ലാം കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ അയാൾക്ക് ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് വെറും 5 വർഷം. അതായത് 1825 അങ്ങനെ ദൂരം കണക്ക് 1825 ദിവസത്തോളം മാത്രമേ ഒരാൾക്ക് അയാളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഫിജി കാർഡ് ഇന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇവിടുന്ന് ഡൗട്ട് തീർക്കുക, എന്നിട്ട് പറ്റുവാണെങ്കിൽ നാളെ തന്നെ നമ്മൾ കൂടെ നിൽക്കുക. കാരണം നമുക്ക് ആകെ 1825 ദിവസമുള്ളൂ. അത് 0 to 75 years ആണോ. നമുക്കിപ്പോൾ എത്ര വയസ്സായി നമുക്ക് അറിയാം, എത്ര വർഷങ്ങൾ ബാക്കിയുണ്ട്. അപ്പം എൻ്റെ നിങ്ങൾ ഒരു വീഡിയോ ഒക്കെ കണ്ടു, ഞാൻ ഒരുപാട് അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഒരു BMW ഉണ്ടെന്ന് പറഞ്ഞു, ഒരു 75 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് എടുത്തെന്ന് പറഞ്ഞു. അപ്പം ഇതിനൊന്നും കേട്ടിട്ട് നിങ്ങൾ ഇതൊക്കെ നാളെ തൊട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കും, അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്കും ഇതുപോലൊക്കെ ആവാം എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഫിജി കാർഡ് ചെയ്യേ വേണ്ട. ഓക്കെ, ഞാൻ എന്തൊക്കെ പറഞ്ഞതിന്റെ പുറത്ത് നിങ്ങൾ ഫിജി കാർഡ് ചെയ്യേ വേണ്ട. കാരണം ഞാൻ ഫിജി കാർഡ് ചെയ്തത് ഇതൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ ഫിജി കാർഡ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് വെറും 5000 രൂപ 10000 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേ ഉറപ്പ് എനിക്ക് നിങ്ങൾക്കും തരാൻ പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് വരുന്നൊരു 6 months to 1 year നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫിജി കാർഡ് മനസ്സിലാക്കി അതിന് വേണ്ട ഓരോ കാര്യങ്ങളും അത് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, വിത്തിൻ 6 months to 1 year നിങ്ങൾക്ക് മാസം ഒരു 30,000 രൂപ വരുമാനം കിട്ടുന്ന രീതിയിൽ ഫിജി കാർഡിലൂടെ മാറാൻ പറ്റും. ബാക്കി ലക്ഷങ്ങളും കോടികളൊക്കെ നിങ്ങളുടെ കൈയാണ്. കാരണം നമ്മളിത് ഒരിക്കലും 30,000 രൂപ 20,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലക്ഷങ്ങളും കോടികളും മാത്രം ഫോക്കസ് ചെയ്തിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പം എന്നോട് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ഫിജി കാർഡ് ചെയ്യാൻ തുടങ്ങുന്ന അന്ന് മുതൽ, അല്ലെങ്കിൽ ഫിജി കാർഡ് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ആ ഒരു സമയത്തിനേക്കാൾ മുന്നേ തൊട്ട് ഞാൻ കാണുന്നതാണ് ഈ ജപ്തി നോട്ടീസ് വരുന്ന സമയത്ത് എൻ്റെ അമ്മ കിടന്ന് കരയുന്നത്. ആർക്കുണ്ടോ ജപ്തി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതറിയില്ല. അപ്പം അത് ആ നോട്ടീസ് കിട്ടുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഈ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്ഥലവും വീടൊക്കെ ബാങ്ക് ഒരു ചെറിയ പൈസന്റെ പുറത്ത് നമ്മൾ കൊടുക്കാൻ പറ്റാത്തതിന്റെ പുറത്ത് കൊണ്ടുപോകാന്ന് പറയുന്ന ഫീലിംഗ്. അപ്പം ഞാൻ ഫിജി കാർഡിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം 1 വർഷം 3 മാസം കൊണ്ട് ആ ബാങ്ക് ലോൺ സെറ്റിൽ ചെയ്ത് എന്റെ അമ്മനെ വിളിച്ചിട്ട് കരയിപ്പിക്കുന്ന ആ ബാങ്കിൽ അമ്മയുടെ പേരിൽ 5 ലക്ഷം രൂപ എഫ്ഡി കിട്ടുന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കാരണം ഒരുപാട് സന്തോഷങ്ങളും നമ്മൾ കാരണം ഒരുപാട് സ്വപ്നങ്ങളും മാറ്റി വെച്ച് ജീവിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ആളുകളുണ്ട്. നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം, സഹോദരനാവാം, സഹോദരിയാവാം. ഇവരൊക്കെ ഒരുപാട് സന്തോഷങ്ങളും സ്വപ്നങ്ങളും മാറ്റി വെച്ച് ജീവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ആരക്റ്റുമായുള്ള കാരണം കൊണ്ടാണ്. കാരണം കൊണ്ടാണ് ഇവരിപ്പോഴും ഈ സ്വപ്നങ്ങളും സന്തോഷങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിജി കാർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, വിത്തിൻ 3 വർഷം നിങ്ങളുടെ കയ്യിലുണ്ടാവും പറയാൻ ഇതുപോലത്തെ ഒരുപാട് കഥകൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇന്ന് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് ചോദിക്കാം. കാരണം ആ വ്യക്തി ചിലപ്പം നിങ്ങളെക്കാൾ ചിലപ്പം ഫിനാൻഷ്യലി ലോ ആയിരിക്കാം, സാമ്പത്തികമായിട്ട് വളരെ അടിത്തട്ടിലിരിക്കുന്ന ആളായിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളായിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കാൾ നിറം കുറഞ്ഞ ആളായിരിക്കാം, ചിലപ്പോൾ ജാതിയിലോ മതത്തിലോ നിങ്ങളെക്കാൾ വളരെ താങ്ങ ആളായിരിക്കും. എനിക്കറിയില്ല ആരാണ് നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഇന്ന് അയാളുടെ അടുത്ത് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിനപ്പുറം നിങ്ങൾ അയാളുടെ അടുത്ത് തേടി പോകും, സാറേ ആ ബിസിനസ് ഒന്നും എനിക്ക് കൂടെ ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം. കാരണം എൻ്റെ അടുത്ത് നോ പറഞ്ഞ ഓരോ വ്യക്തികളും എൻ്റെ ഓരോ അച്ചീവ്മെന്റ്സ് ഉണ്ടായ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നോ പറയുന്ന ആളെ നിങ്ങൾ നോക്കി വെച്ചോ, 1 വർഷത്തിനുള്ളിൽ അയാൾ ചെയ്യുന്ന ബിസിനസ് fijica.com ആണെങ്കിൽ അയാൾ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിട്ട് വിത്തിൻ 2 or 3 years അയാൾ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആരാണ് നിങ്ങളുടെ ബിസിനസ് പറയാൻ വന്നതെന്ന് നിങ്ങൾ നോക്കണ്ട, ഈ ബിസിനസ് എങ്ങനെയുണ്ട് നോക്കുക, അവരുടെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർക്കുക. നിങ്ങൾ ധൈര്യത്തിൽ ഫിജി കാർഡ് ചെയ്തോ, വരുന്ന ഒരു 6 months to 1 year നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആയിട്ട് നമ്മൾ ചെയ്യാം. നമ്മൾ പറയുന്നു വിത്തിൻ 3 years മിനിമം 1 കോടി രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡെപ്ത് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ന് ബികോമുകാരും +2 കൊമേഴ്സുകാരും എംകോമാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരൊറ്റ പേരുള്ളൂ, fijica.com എന്നാണ് കമ്പനിയുടെ പേര്. ആ കമ്പനിയുടെ ഓണർ പേര് ബോബി ശമൺ എന്നാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാലും ഞാനോ നിങ്ങളോ ഇല്ലെങ്കിലും ഈ ബിസിനസ് ഇവിടെ പൊന്തും. കാരണം ബോബി ശമണിന് നമ്മുടെ ആരും ആവശ്യമില്ല, നമുക്ക് അയാളെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് കയറി നിൽക്കുക, നിങ്ങൾ എവിടെയും വീണുപോയില്ല. ഇത് വെറുതെ ഇത്രയും ആളുകളെ കണ്ടതിന്റെ പുറത്തോ 2 പെക്കിന്റെ പുറത്തോ ലോക്കൽ കൊണ്ടുകൾ പറയുന്ന പോലെയല്ല.
കഴിഞ്ഞ 5 വർഷം കൊണ്ട് 3.5 കോടി അക്കൗണ്ട് കയറ്റിയ കോൺഫിഡൻസിലാണ് വരുന്നത്. വീണ്ടും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് തീർത്തിട്ട് പോവാം. ഓക്കെ, താങ്ക് യു ഓൾ.